ഇപ്പോഴിതാ ഒരു വമ്പൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ്, ഈ പ്രൊട്ടസ്റ്റ് ഫണ്ട് ചെയ്ത ആൾക്കാരിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എക്സിൻ്റെയും എല്ലാം അൽഗോരിതം ഈ രീതിയിൽ സെറ്റ് ചെയ്യപ്പെട്ടത്? ജാർഖണ്ഡിൽ ഒരു സമരം നടക്കുന്നുണ്ട്. പക്ഷേ ജാർഖണ്ഡിൽ നടക്കുന്ന സമരം ആരും കണ്ടതായി പോലും നടിക്കുന്നില്ല. ഇതിനേക്കാളും വലിയ സമരമാണ് ജാർഖണ്ഡിൽ നടക്കുന്നത് എന്നുള്ളതാണ്. 4 3 7 പേർ ചേരുന്ന ജന്തർ മന്തർ എന്ന് പറയുന്ന പ്രദേശത്തല്ല ആ സമരം നടക്കുന്നത്, മറിച്ച് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ നടക്കുന്ന സമരമാണ്. പക്ഷേ ഇതാരും കാണുന്നില്ല. ഇപ്പോഴിതാ പ്രോബ് ഇൻടു CJP പ്രൊട്ടസ്റ്റ് എക്സ്പോസസ് thousands of fake accounts ആൻഡ് എ ഫോറിൻ ബോട്ട് നെറ്റ്വർക്ക് യൂസ്ഡ് ടു, അതായത് ഈ CJP പ്രൊട്ടസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനായി ഉപയോഗിച്ച ഫോറിൻ ബോട്ടുകളും ഫേക്ക് അക്കൗണ്ടുകളും ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ഇതിലൂടെ ഇൻഫ്ലമേറ്ററി കണ്ടന്റുകൾ, അതായത് സ്ഫോടനാത്മകമായിട്ടുള്ള കണ്ടന്റുകൾ, കലാപം ആളിക്കത്തിക്കാൻ ഉതകുന്ന കണ്ടന്റുകൾ ഇട്ട പല അക്കൗണ്ടുകളുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. സെവറൽ ലോഗ്സ് ആൻഡ് അക്കൗണ്ട് റെക്കോർഡ്സ് റിക്വസ്റ്റഡ് ഫ്രം മെറ്റ, ഗൂഗിൾ ആൻഡ് എക്സ് ടു ട്രാക്ക് ഡൗൺ ഹൂ ഫണ്ടഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റ് ദ എക്കോസിസ്റ്റം. അതായത് മെറ്റയ്ക്കും ഗൂഗിളിനും എക്സിനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ട്രാക്ക് ചെയ്യുക, ഈ അക്കൗണ്ടുകളിലേക്ക് ഫണ്ടുകൾ എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു വാർത്തയാണ്. ഇതിൽ അതായത് കേന്ദ്രം ഈ CJP പ്രൊട്ടസ്റ്റിനെ വിടാൻ തയ്യാറല്ല. ഇത് എവിടെയാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിക്കാനായി ശപഥമെടുത്തിറങ്ങിയിരിക്കുകയാണ് കേന്ദ്രവും അമിത്ഷായും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.